ഫ്രണ്ട്സ്, അപ്പോൾ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ബാഗും എല്ലാം സെറ്റായിട്ടുണ്ട്. പോയിട്ട് വരെ കേട്ടാ, കരയാതിരി. ഓക്കെ, പോയിട്ട് വരട്ടാ. പോയിട്ട് വരെ റിമ്മതാ. ഓ ശരി, ഓക്കെ ശരി. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോഴുള്ളത് പുനലൂർ എന്താ സ്ഥലത്തിൻ്റെ പേര്, തെന്മല ഡാം കവർ ചെയ്യണം. ഇവിടെ നിന്ന് ചിലപ്പോൾ തെന്മല ഡാം ടച്ച് ചെയ്യാതെ ചിലപ്പം അച്ചൻകോവിൽ ഇറങ്ങാനുള്ള ഒരു ഷോർട്ട് കട്ട് റോഡുണ്ട്, ഫോറസ്റ്റ് റോഡാണ്, അതുവഴി പിടിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ തന്നെ നമ്മുടെ NH ഫ്രണ്ട്സ്, അപ്പോൾ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ബാഗും എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ യാത്ര പറഞ്ഞ് ഇറങ്ങണം. യാത്ര പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ വാർഡ് മെമ്പർ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കടയിലെ ടെക്നീഷ്യന്മാർ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ ചെറിയൊരു ഫ്ലാഗ് ഓഫ് പോലെ ചെറിയൊരു പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങിയിട്ട് വേണം. അവിടെ ഫ്ലാഗ് ഓഫും കഴിഞ്ഞ് നേരത്തെ പോകണം. നമ്മൾ 3 മണിക്ക് ഇറങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നതാണെങ്കിലും ഇപ്പോൾ കുറച്ച് ലേറ്റായി, മഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മഴയ്ക്ക് മുമ്പ് പറ്റാവുന്നിടത്തോളം ദൂരം പോകണം. അപ്പോൾ എന്തായാലും വീട്ടിൽ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാം. അച്ഛനെയൊക്കെ കണ്ട് യാത്ര പറയാം. പോയിട്ട് വരെ കേട്ടാ, കരയാതിരി. ഓക്കെ അച്ചു, പോയിട്ട് വരട്ടെ. പോയിട്ട് വരെ. കേശോ വാ, അച്ഛൻ പോയിട്ട് വരട്ടാ. പോയിട്ട് വരെ റിമ്മതാ. നീ അതിൻ്റെ ഇടയ്ക്ക് വ്ലോഗ് ചെയ്യുന്ന? ഓക്കെ. രാമേശ്വരം. അപ്പോൾ ഫ്രണ്ട്സ്, എന്തായാലും നമ്മൾ നേരത്തെ ഇറങ്ങണമെന്ന് തീരുമാനിച്ചെങ്കിലും കുറച്ച് ലേറ്റായി, 1 മണിക്കൂറോളം ലേറ്റായി. ചെറിയ മഴയുണ്ട്. മഴ നല്ലത് തന്നെ, നല്ലൊരു ശുഭ ലക്ഷണമാണ്. എന്നാലും അവിടെ ഫ്ലാഗ് ഓഫിന് വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ ഇത് റെഡിയായി നിൽപ്പുണ്ട്. ഫ്ലാഗ് ഓഫ് ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തതല്ല, ഇതൊക്കെ അറിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഫ്ലാഗ് ഓഫ് വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു, അങ്ങനെ ചെയ്തതാണ്. അപ്പം പോയിട്ട് വരാം. ശരി, പോയിട്ട് വരാടാ. ഓക്കെ. വിളിക്കാം. ഓക്കെ താങ്ക്സ്. മെമ്പർ രാമേശ്വരം ക്ഷേത്രത്തിൽ കാണിക്കയിടാനായിട്ട് 100 രൂപ വീതം തന്നിട്ടുണ്ട്. താങ്ക് യു. ഓ ശരി, ഓക്കെ ശരി.
ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോഴുള്ളത് പുനലൂർ എന്താ സ്ഥലത്തിൻ്റെ പേരെന്താ, പെരുമ്പന്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ വന്നത് നമ്മുടെ ഉണ്ണിയുടെ ഒരു റിലേറ്റീവിൻ്റെ വീടാണ് ഇവിടെ. അപ്പോൾ അവിടെ വന്നു, നമ്മൾ രാത്രി സ്റ്റേ ഇനി ഇപ്പോൾ അവിടെയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഇതുവഴി ആയിരുന്നില്ല നമ്മളെ റൂട്ട്, നേരെയായിരുന്നു പോകേണ്ടിയിരുന്നത്. ഇപ്പോൾ സ്റ്റേക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. ഒരു 10-12 കിലോമീറ്ററോളം കുറച്ച് സഞ്ചരിച്ചു. അപ്പോൾ ഇന്ന് മൊത്തം നമ്മൾ സ്റ്റാവയിൽ നോക്കിയാൽ അറിയാം എത്ര കിലോമീറ്റർ, ഏതാണ്ട് ഒരു 56 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. ഞാനത് ഇവിടെ കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങളത് നോക്കിയാൽ മതി. ഇപ്പോൾ ഇന്നിപ്പോൾ 56 കിലോമീറ്റർ സഞ്ചരിച്ചു. കാര്യം ഇന്നിപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് ഇറങ്ങിയത്, ഒരു 3 മണിയൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ നിർത്താതെ ചവിട്ടിയാണ് രാത്രി ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തിയത്. അപ്പോൾ നാളെ മുതൽ അങ്ങനെയല്ല, നമ്മൾ രാവിലെ ഇറങ്ങി. നാളെ ഇപ്പോൾ എങ്ങനെയായാലും നമുക്ക് തമിഴ്നാട് ബോർഡറൊക്കെ കഴിഞ്ഞ് കുറച്ച് നല്ലൊരു ഡിസ്റ്റൻസ് നാളെ കവർ ചെയ്യണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. ഇന്നിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടിങ് ഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പെട്ടെന്ന് വന്നത്. എന്തായാലും നല്ല ടഫ് റോഡായിരുന്നു. കാര്യം അറിയാമല്ലോ നിങ്ങൾക്ക്, അഞ്ചൽ, പുനലൂർ എല്ലാം മലയോര മേഖലയാണ്. അപ്പോൾ നല്ല ടഫായിട്ടുള്ള കയറ്റങ്ങളായിരുന്നു. കയറ്റവും ഇറക്കം ആ ഒരു രീതിയിലായിരുന്നു. ഫ്ലാറ്റ് റോഡ് തീരെ ഇല്ലായിരുന്നു, എല്ലാം കയറ്റ ഇറക്കങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല ടഫായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നല്ല ക്ഷീണമുണ്ട്. ഫുഡൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. നമ്മളിപ്പോൾ ചപ്പാത്തിയും പനീറും ഒക്കെ കഴിച്ചു. അപ്പോൾ ഇവിടെ എന്തായാലും ഒരു ഫുഡ് കഴിക്കാൻ നിർബന്ധിച്ചു. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന ഫുഡ് വേസ്റ്റ് ആവും, അതുകൊണ്ട് ഫുഡ് കഴിച്ചില്ല. നമ്മളപ്പോൾ എന്തായാലും നാളെ നല്ലൊരു ഡിസ്റ്റൻസ് നാളെ കവർ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ നാളെ ഇന്നിപ്പോൾ രാത്രിയുള്ള വിഷ്വൽസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല, കൂടുതലും രാത്രിയായിരുന്നു. അതുമാത്രമല്ല മഴയും ഉണ്ടായിരുന്നല്ലേ, ചെറിയ മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ കൊണ്ടിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം വന്നത് ഇന്നത്തെ ദിവസം. അപ്പോൾ നാളെ എന്തായാലും അടിപൊളി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും നാളെ വരുന്നത്. നമ്മൾ പോകുന്നതിൻ്റെയും പകൽ സമയമായതിനാൽ നല്ല വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് എന്തായാലും ഉണ്ടാവും അല്ലേ? തീർച്ചയായും. എന്തായാലും നമ്മളൊരു 6 മണിക്ക് ഇറങ്ങണം, 6 അല്ലെങ്കിൽ 7 മണിക്ക് ഇറങ്ങണം എന്നാണ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ എന്തായാലും അങ്ങനെ ഒരു സമയമൊന്നും പറയാൻ പറ്റത്തില്ല, എപ്പോഴെണീക്കുന്ന അപ്പോഴല്ലേ. മഴ കാലാവസ്ഥ മഴ കുറവാണ്. 6 മണിക്ക് എണീച്ചാൽ 6 മണിക്ക് മുന്നേ എണീക്കുകയാണെങ്കിൽ 6 മണിക്ക് പോവും. 7 മണിക്ക് മുന്നേ എണീച്ച് കഴിഞ്ഞാൽ 7 മണിക്ക് പോവും. പിന്നെ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല. നാളെ എന്തായാലും നമ്മൾ പകൽ മൊത്തം റൈഡിങ്ങിനുള്ള ടൈമുണ്ട്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. നമ്മൾ 7 to 7 വരെയാണ് നമ്മൾ റൈഡിങ് ടൈം പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാത്രി ഒരു കാരണവശാലും നമ്മൾ യാത്ര ചെയ്യത്തില്ല. കാര്യം അങ്ങോട്ടുള്ള കണ്ടീഷനൊക്കെ മോശമാണെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമ്മളെന്തായാലും 7 മണി വരെ ചവിട്ടാൻ കഴിയും. ഇത്രയും 12 മണിക്കൂർ തന്നെ ധാരാളമാണ് നമുക്ക് അല്ലേ? തീർച്ചയായും. നമുക്ക് മിക്കവാറും ഒരു ദിവസം മാക്സിമം ചവിട്ടാൻ പറ്റിയ ഒരു 100 കിലോമീറ്റർ ഒക്കെ ആയിരിക്കും ചവിട്ടാൻ പറ്റുന്ന. 7 മണിക്കൂർ അതിൻ്റെ കുറച്ച് മതി നമുക്ക്. പാട്ടും പാടി ചവിട്ടിയാൽ തന്നെ നമുക്കൊരു 7 മണിക്കൂർ കൊണ്ട് 100 കിലോമീറ്റർ നിഷ്പ്രയാസം കഴിയും. പിന്നെ ഞാൻ തമിഴ്നാട്ടിൽ തെങ്കാശി ആ ഭാഗത്തെ റോഡൊക്കെ കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലും ഫ്ലാറ്റ് റോഡുകളാണ്. അതുകൊണ്ട് വലിയ ചവിട്ടാനൊന്നും നമുക്ക് കൂടുതൽ കിലോമീറ്റർ തമിഴ്നാട്ടിൽ കയറി കഴിഞ്ഞാൽ കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് ദിവസം. ഇപ്പോൾ ഇവിടെ ഈ ക്ലൈംബൊക്കെ കൂടുതലായതുകൊണ്ട് കുറച്ച് ടഫാണ്. കൂടുതൽ നമുക്ക് ചവിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് ക്ഷീണിക്കും. അതുകൊണ്ട് ഇവിടെ കുറച്ച് സാവധാനം ചവിട്ടിയിട്ട് തമിഴ്നാട്ടിൽ കയറിയിട്ട് കുറച്ച് ഫാസ്റ്റ് ആക്കാനാണ് പ്ലാന്. എന്തായാലും ഇങ്ങനെയായാലും നമുക്ക് മുമ്പോട്ട് അത് നോക്കാം. പിന്നെ ഇനി അപ്പോൾ നാളെ കുറേ കാഴ്ചകളുണ്ട്. നമ്മുടെ മെയിനായിട്ട് എസ് വളവ് കാണിക്കണം. അതുപോലെ തന്നെ നമ്മളെ 13 കണ്ണറ പാലം, പറ്റുമെങ്കിൽ തെന്മല ഡാം കവർ ചെയ്യണം. ഇവിടെ നിന്ന് ചിലപ്പോൾ തെന്മല ഡാം ടച്ച് ചെയ്യാതെ ചിലപ്പം അച്ചൻകോവിൽ ഇറങ്ങാനുള്ള ഒരു ഷോർട്ട് കട്ട് റോഡുണ്ട്. ചിലപ്പോൾ നമ്മൾ ആ റോഡ് പിടിച്ച് കുറച്ച് ഫോറസ്റ്റ് റോഡാണ്, അതുവഴി പിടിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ തന്നെ നമ്മുടെ NH 208 എത്രയാണ് കൊല്ലം തെങ്കാശി ഹൈവേ കൂടെ നമ്മൾ പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ റോഡ് തന്നെ ഇവിടെ നിന്ന് അപ്പോൾ നമ്മൾ നേരെ പുനലൂർ ചെല്ലേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് വെച്ച് നമുക്ക് ഫോറസ്റ്റ് വഴി വേറൊരു റൂട്ടുണ്ട്. ചിലപ്പോൾ നമ്മളത് ഇറങ്ങും. അതിപ്പോൾ ഒന്നും പ്ലാൻ ആയിട്ടില്ല കറക്റ്റായിട്ട്. എന്തായാലും അത് നാളെ നമ്മൾ നോക്കത്തുള്ളൂ. അപ്പോൾ ശരി, എല്ലാവർക്കും
നന്ദി സപ്പോർട്ട് ചെയ്തതിന്, പഴയ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തതിന്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം നാളെ വീണ്ടും. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.